മഞ്ഞിൽ പൊതിഞ്ഞ ആ രാത്രി വിടവാങ്ങി. സൂര്യൻ്റെ പൊൻവെളിച്ചം എല്ലായിടത്തും പരന്നത് ഞാൻ അറിഞ്ഞതേയില്ല. അത്ര സുന്ദരമായ ഒരു ഉറക്കം ഈ കുടിലുകൾ എനിക്ക് സമ്മാനിച്ചു. ആരുടെയൊക്കെയോ ശബ്ദങ്ങൾ ഈ നിശബ്ദതയെ കീറി മുറിച്ചപ്പോൾ ഞാൻ ആ കുടിലിൽ നിന്നും പുറത്തേക്ക് നോക്കി. എന്തൊരു സുന്ദരമായ നാട്! ഇവിടെ മനസ്സിന് തരുന്ന ഒരു സന്തോഷം അതെത്ര പറഞ്ഞാലും ഒതുവരില്ല. ഇവിടുത്തെ തണുപ്പിനെ വകവെക്കാതെ ഞാൻ ഈ സുന്ദര ഭൂമിയിലൂടെ കുറച്ച് മുന്നിലേക്ക് നടന്നു. കാത്തു നിൽക്കുന്നത് പോലെ കുറേ കുരുന്നുകൾ. ഇവരെല്ലാം ഒരു വീട്ടിലെയാണ്. കൂട്ടുകൂടാനും പരിഭവം പറയാനും എത്രയെത്ര പേർ. ഒന്നുമില്ലായ്മയിലും എന്തൊരു സന്തോഷമാണ് ഈ കുരുന്നുകളിൽ. നാട്ടിലെ ഒറ്റപ്പെട്ട ബാല്യങ്ങളിൽ നാം എന്തൊക്കെ നൽകിയാലും കാണാൻ കഴിയില്ല ഈ സന്തോഷം. കുറച്ചുകൂടി മുന്നിലേക്ക് നടന്നപ്പോൾ കുറേ ആളുകൾ ഒരിടത്തേക്ക് നടന്നു കയറുന്നത് കണ്ടു. എന്താണോ ആവോ, ശാന്തമായ സംഗീതം. അവർക്ക് പിന്നാലെ ഞാനും. ഇവിടം കണ്ടപ്പോൾ മനസ്സിലൊരു 100 ചോദ്യങ്ങൾ ഉയർന്നു. ഇതൊരു ദേവാലയമാണോ? ഇവിടെ ദൈവം കുടിയിരിക്കുമോ? നാട്ടിൽ കോടികളുടെ മണിമാളികകളിലും സ്വർണ്ണ കൂടാരങ്ങളിലും മാത്രം കാണുന്ന എൻ്റെ ദൈവം ഈ നിഷ്കളങ്കരുടെ സ്നേഹത്തിന് മുന്നിൽ എന്നീ നമ്മുടെ നാടും ആകാശം മുട്ടുന്ന ഗോപുരവും വിട്ടുകാണും. എൻ്റെ ദൈവം അവൻ ഇവിടെ കാണും, എൻ്റെ മനസ്സിന് തീർച്ചപ്പെടുത്തി. അങ്ങനെ ഞങ്ങൾ അവിടെ വിട്ടിറങ്ങി. നാട്ടിൽ കോടികളുടെ മണിമാളികകളിലും സ്വർണ്ണ കൂടാരങ്ങളിലും മാത്രം കാണുന്ന എൻ്റെ ദൈവം ഈ നിഷ്കളങ്കരുടെ സ്നേഹത്തിന് മുന്നിൽ എന്നേ നമ്മുടെ നാടും ആകാശം മുട്ടുന്ന ഗോപുരവും ഉപേക്ഷിച്ചു പോയി കാണും എന്ന് മനസ്സിൽ തോന്നിപ്പോയി. ഇവിടെ അവൻ കാണും, അതെൻ്റെ മനസ്സിനെ തീർച്ചപ്പെടുത്തി. അങ്ങനെ ഞങ്ങൾ അവിടെ നിന്നും ഇറങ്ങി. തിരിച്ചു നടക്കുമ്പോൾ മനസ്സിന് എന്തോ ഒരു സന്തോഷം. ചിലപ്പോൾ ദൈവത്തെ ഇവിടെ കാണാൻ കഴിഞ്ഞതിൻ്റെ ആകണം. ഈ ലോകത്തിലെ ഒന്നിനോട് മത്സരിക്കാതെ ഉള്ളതിൽ സന്തോഷം കണ്ടെത്തി ഈ കുടിലുകളിൽ താമസിക്കുന്നവരിൽ വസിക്കാനായിരിക്കും ദൈവം ഇഷ്ടപ്പെടുക, അല്ലേ? യാത്രയിൽ പുതിയതായി നിർമ്മിക്കുന്ന ഒരു ദേവാലയത്തെ നോക്കി ഞാൻ ഒരു നിമിഷം നിന്നുപോയി. അപ്പോഴേക്കും എന്നെ തിരക്കി അവനെത്തി. എന്നെ കാണായികയാൽ പിന്നെ ഞങ്ങൾ അവിടേക്ക് യാത്രയായി, ആ സ്വർഗ കൂടാരത്തിലേക്ക്. ഞങ്ങൾക്ക് ആഹാരം തരുന്ന ചേട്ടൻ ഞങ്ങളെയും കാത്ത് കൈക്കുഞ്ഞുമായി അകത്ത് നിൽപ്പുണ്ടായിരുന്നു. ചെറു പുഞ്ചിരിയോടെ അദ്ദേഹം എന്നെ അവിടേക്ക് ക്ഷണിച്ചു, കൂടെ ആ മലയാളി വൈദികനെയും. ഞാൻ ഇവിടുത്തെ കാര്യങ്ങൾ അദ്ദേഹത്തോട് ചോദിച്ചപ്പോൾ കണ്ടമിടറിക്കൊണ്ട് നിറഞ്ഞ മിഴിയാൽ പറയുന്നത് കേട്ടപ്പോൾ ഞാനും കരഞ്ഞുപോയി.
ഈ കാണുന്നത് ഇവിടുത്തെ ഒരു സാധാരണ വീടാണ്. ഇതാണ് ഞാൻ താമസിക്കുന്ന സ്ഥലം. ആ സ്ഥലത്തെ ഒരു വീട്ടിലാണ് ഇപ്പോൾ ഞങ്ങൾ ഇരിക്കുന്നത്. അവിടുത്തെ ഫാമിലി മെമ്പേഴ്സാണ് ഈ കാണുന്നതെല്ലാം. ഇതാണ് അവരുടെ വീട്. 6 കുട്ടികളുണ്ടായിരുന്നതിൽ ഇപ്പം അതിനകത്ത് 3 പിള്ളേരേ ഉള്ളൂ. ബാക്കി കുട്ടികളെല്ലാം മരിച്ചുപോയി. അതിന് കാരണം അവർക്ക് ആഹാരം കൊടുക്കാനുള്ള വകയില്ല, കുഞ്ഞുങ്ങൾക്ക് പോഷകാഹാരം കിട്ടാനുള്ള മാർഗ്ഗമില്ല. കാരണം ഇത് മെയിൻ ടൗണിൽ നിന്ന് 40 കിലോമീറ്റർ 50 കിലോമീറ്ററോളം ദൂരമുണ്ട്. ഇവിടുത്തെ എത്തിപ്പറ്റാൻ പറ്റത്തില്ല. പ്രത്യേകിച്ച് മഴക്കാലത്ത് ഒരു തരത്തിലും എത്തിപ്പറ്റാൻ പറ്റുകയില്ല. പോഷകാഹാരക്കുറവ് കൊണ്ടാണ് കുട്ടികൾ മരിച്ചു പോകുന്നത്. വലിയ ആളുകളും മരിച്ചു പോകാറുണ്ട്. ഒരു വർഷം 50 ആളുകളോളം ഒരു വില്ലേജിൽ നിന്ന് മരിച്ചു പോകും. ഇതാണ് അവരുടെ വീട്ടിലെ അവസ്ഥകളെല്ലാം. ഒരു ദിവസം ഒരു നേരം പോലും ആഹാരം ശരിക്കും കഴിക്കാൻ മാർഗ്ഗമില്ലാത്ത ആളുകളാണ് ഈ ഇരിക്കുന്ന ആളുകളെല്ലാം. അവരുടെ അവസ്ഥ ഇതാണ്. ഇത് ഒരു വീടിൻ്റെ അവസ്ഥയാണ്. ഇതുപോലെയാണ് മറ്റ് എല്ലാ വീടുകളും. ഒരു ശോചനീയമായ അവസ്ഥ. ആ അവസ്ഥ കാണുമ്പോൾ നമുക്ക് ഒത്തിരി വിഷമം തോന്നും. സഹായിക്കാൻ ആരുമില്ല.